कर इकट्ठा होकर प्रभु की मधुरवाणी सुनने के लिए अवसर दिया, इसलिए मैं धन्यवाद देता हूँ। ആമേൻ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. हम प्रभु के चरणों पर प्रार्थना की साथ भी साथ बढ़ जाए। നിശ്ചയമായിട്ടും ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ അനുഗ്രഹിക്കും. निश्चय ही प्रभु मसीह की अनुग्रह हमारा साथ भी साथ रहे। ആമേൻ. നമ്മൾ ദൈവസന്നിധിയിൽ ഇങ്ങനെ അതിരാവിലെ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അത് അനുഗ്രഹം. और की समय और मसीह के चरणों पर आकर स्तुति आराधना करना हमारा जिंदगी की आशीष की कारण है। അനേകർ ആഗ്രഹിച്ചിട്ടും അവർക്ക് ലഭിക്കാതെ പോയതായ ഒരു ദിവസമാ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്നത്. बहुत सारे लोग आग्रह की लेकिन उनको सफलता में ला नहीं सका, लेकिन प्रभु ने हमारे लिए ये अवसर दिया है, इसी कारण में मैं मसीह को धन्यवाद देता हूँ। നമുക്കിങ്ങനെ ലഭിച്ച അവസരം അത് ദൈവത്തിന്റെ കൃപയാ. അത് നമ്മൾ ദൈവസേനയിൽ ഓരോ ദിവസവും ചിലവഴിക്കുവാൻ ദൈവം നമ്മെ പിന്നെയും അനുഗ്രഹിക്കട്ടെ. दिनंबर प्रभु के चरणों में आने के लिए अवसर दिया, वो प्रभु की अनुग्रह है। കാരണം എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് നമുക്കത് രാവിലെ എഴുന്നേറ്റ് കർത്താവിന്റെ മുഖത്തെ നോക്കി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇങ്ങനെ ഒരു അവസരം ലഭിച്ചിരിക്കുക. बहुत सारे लोगों सुबह ही वक्त बिछौनी पर है, लेकिन उड़कर प्रभु को तारीफ करने के लिए प्रभु अवसर देता है। ये धन्य की समय है। അത് രാവിലെ എഴുന്നേറ്റ് ഉടനെ കർത്താവിനെ മഹത്വപ്പെടുത്തുക, കർത്താവിന്റെ നാമത്തെ ഉയർത്തുക, കർത്താവിന്റെ മുഖത്തെ നോക്കുക, അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. अधिभोर की समय उड़कर प्रभु की चेहरे की और देख के और उनकी तरफ से अनुग्रह प्राप्त करने के लिए अवसर दिया है। ये अनुग्रह की कारण है। കാരണം പലരെയും കണ്ട് മറ്റു പലരുടെയും മുഖം കണ്ട് എഴുന്നേൽക്കുവാനല്ല, കർത്താവിന്റെ മുഖത്തെ നോക്കി എഴുന്നേൽക്കുവാൻ ദൈവം നമുക്ക് അവസരം ഒരുക്കുന്നു. औरों की चेहरा देखते हुए उठने के लिए नहीं, मसीह की चेहरे देखते हुए उठकर प्रभु को आराधना करना हमारे लिए उचित बात है। അപ്പോൾ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ അത് തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്താം. प्रभु ने हमारे लिए दिया है वो समय, निर्धारित समय पर उपयोग करने के लिए प्रभु अवसर हमारे लिए देता है। അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലവും നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ऐसा होवे तो आज सुबह ही वक्त एक वचन की ओर हम फिरे। കഴിഞ്ഞ ദിവസം നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ശ്രവിക്കുവാനിടയായി. കഴിഞ്ഞ ആഴ്ചയിൽ बीते सप्ताह में परमेश्वर की वचन से मनन करने के लिए अवसर दिए। പ്രൈസ് ലോർഡ്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ അത് ഓർത്തിരിക്കും. കാരണം അന്യോന്യം ആശ്വസിപ്പിച്ചവരെ കുറിച്ച് നമ്മൾ പഠിക്കുവാനിടയായി. बीते दिनों में याद दिलाता हूं और एक बार आपस में दिलाजा देने का हमारा कर्तव्य के बारे में बताया था। കഴിഞ്ഞ ദിവസം നമ്മൾ ഇങ്ങനെ ചിന്തിക്കാനിടയായി ബോവസ് രൂത്തിനെ ആശ്വസിപ്പിച്ചത്. बीते दिन में हम ऐसे मनन किया है, बोबस एक व्यक्ति ने रूत को दिलाजा दिया था। ആ ബോവസ് രൂത്തിനെ ആശ്വസിപ്പിക്കുവാനുള്ള തനിക്ക് സമാധാനം നൽകുവാനുള്ള കാരണമുണ്ടായിരുന്നു. ये बोबस ने रूत को दिलाजा देने के लिए एक कारण था। രൂത്ത് തന്റെ ജീവിതത്തിൽ ചെയ്തതായ ക്രിയകൾ കണ്ടിട്ട്, അവളുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ടാണ് ബോവസ് അവളെ അനുഗ്രഹിക്കുന്നത്, ആശ്വസിപ്പിക്കുന്നത്. वो रूत ने किए हुए अच्छा कर्म काम वो देखते हुए बोबस ने रूत को दिलाजा दिया है। അത് നമ്മെ വെളിപ്പെടുത്തുന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അനുസരിച്ച് നമുക്ക് പ്രതിഫലം ലഭിക്കുന്നതാണ്. हमारे में प्रकट करते हैं एक एक काम कार्य को प्रभु ने हमें प्रतिफल दिया देता है। കാരണം ദൈവവചനം പറയുന്നു, നമ്മൾ ചെയ്തത് നന്മയാകലും തിന്മയാകലും അത് തക്കവണ്ണം പ്രാപിക്കും. बाइबल ये हमारे में सिखाते हैं, भले हो बुरे हो वो सारे सब कुछ हमारे भलदाई के लिए हो चुकता है। കാരണം നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം ലഭിക്കാതെ പോകത്തില്ല. कारण यही है, हमारा काम कार्यों को उचित प्रतिफल प्रभु ने हमारे लिए दिया देता है। ഈ ലോകത്തിൽ നമ്മൾ ഒരു ജോലിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ശമ്പളം നമുക്ക് ലഭിക്കും. कोई काम कार्यों में है, नौकरी में है, हमारा काम की अनुचित उचित रीति पर प्रतिफल देता है, पगार मिलता है.
അതുപോലെ നമ്മൾ ദൈവസന്നിധിയിൽ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും അനുസരിച്ചായിരിക്കും ദൈവം നമുക്ക് പ്രതിഫലം നൽകുന്നത്. इसी रीति हम परमेश्वर के लिए, मसीह के लिए कुछ काम कार्य किया करता है, वो काम के आधार पर प्रतिफल देता है. അപ്പോൾ വചനം പറയുന്നത് അത് നന്മയാകിലും തിന്മയാകിലും അതിന് തക്കവണ്ണം നമ്മൾ പ്രാപിക്കും. बाइबल हमें सिखाता है भले हो बुरे हो, किया हुआ काम के आधार पर प्रतिफल मिलता है. രൂത്ത് ആമേൻ നല്ലത് ചെയ്തു, അവൾ നല്ലത് പ്രാപിച്ചു. रूत ने अच्छे अच्छे काम की है, इसी कारण में प्रतिफल मिल गई है. നമുക്കറിയാം ദൈവം ആമേൻ ഹാബേലിന്റെയും പ്രീസലോട് അവന്റെ സഹോദരന്റെ ജീവിതത്തിൽ നടന്ന സംഭവത്തെ കുറിച്ച് ദൈവം സംസാരിക്കുന്നത് നമുക്കറിയാം. और बाइबल में हाबेल के बारे में उन्होंने प्राप्त किया हुआ और शब्द के बारे में हमको जानकारी है. ഹാബേല് ദൈവസന്നിധിയിൽ യാഗം കഴിച്ച് ദൈവത്തെ പ്രസാദിച്ചപ്പോൾ കായീൻ അത് ചെയ്യുവാൻ കഴിഞ്ഞില്ല. हाबेल ने अच्छे वेदी बनाकर बलि चढ़ाया है और प्रसन्न हुई है परमेश्वर से, और कायीन को समझ नहीं सका था. എന്നാൽ കായീൻ അത് പ്രാപിക്കാൻ കഴിയാതെ വന്നപ്പോൾ ആരാധിച്ചിരുന്ന ഹാബേലിനെ കൊല്ലുവാനിടയായി. कायीन ने और परमेश्वर से अनुग्रह प्राप्त नहीं कर पाया, इसी कारण में और हाबेल की ओर हाथ उठाया है. ആ സമയത്ത് ആമേൻ ദൈവം കായീനോട് സംസാരിക്കുന്ന ഒരു കാര്യം എങ്ങനെയാ? उसी घड़ी में यहोवा परमेश्वर ने कायीन की ओर बातचीत करना शुरू किया है. അതെ, നീ നല്ലത് ചെയ്തു എങ്കിൽ നിനക്ക് നല്ലത് പ്രാപിക്കാമായിരുന്നു. यहोवा ने कहा है तू भले बात किया था तो तुमको प्रभु से अनुग्रह प्राप्त कर सकता था. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്താണോ അതിനനുസരിച്ച് നമുക്കത് പ്രാപിക്കാൻ കഴിയും. इसकी अर्थ यूं है, अच्छे अच्छे काम करेगा तो अच्छे अच्छे फल मिल जाते हैं. അപ്പോ രൂത്ത് തന്റെ അമ്മാവി അമ്മയോട് ചേർന്ന് അമ്മാവി അമ്മയ്ക്ക് വേണ്ടി നല്ലത് ചെയ്തപ്പോൾ അത് ഇസ്രായേൽ മൊത്തം അറിയപ്പെടുവാനിടയായി. और रूत ने उनकी सास को क्या अच्छा काम किया है, वो इस्राएलियों को वही शब्द फैल गई है. നോക്കിയേ, അവിടെ നല്ല പ്രവൃത്തി ചെയ്തപ്പോൾ എല്ലാവർക്കും അത് അറിയുവാനിടയായി, എല്ലാവരും അത് മനസ്സിലാക്കുവാനിടയായി. भले भले काम किया है, इसी कारण में आम तौर पर लोगों का बीच में ये बातचीत फैल गई है. എന്നാൽ ഇന്നത്തെ കാലത്ത് നോക്കാമെങ്കിൽ നല്ല കാര്യങ്ങൾ പെട്ടെന്നൊന്നും വെളിപ്പെടത്തില്ല. ആമേ തെറ്റായ കാര്യങ്ങളാണ് പെട്ടെന്ന് പ്രചരിപ്പിക്കുന്നത്. आजकल दिनों में अच्छे अच्छे बात फैल जाएगा नहीं, बुरे बुरे बात जल्दी से जल्दी फैल जाता है. കാരണം നല്ല പ്രവൃത്തികളെ കുറിച്ച് പറയുവാൻ ആർക്കും താല്പര്യമില്ല. തെറ്റായ കാര്യങ്ങളെ കുറിച്ച് പറയുകയും മറ്റുള്ളവരുടെ കുറവുകൾ വെളിപ്പെടുത്തുകയുമാണ് എല്ലാവർക്കും താല്പര്യം. और आजकल दिनों में शैतान के काम यही है, भले भले काम को और साथ बात नहीं करते, बुरे बुरे बातों को लोगों की ओर लाने के लिए मनुष्य प्रयत्न करते हैं. എന്നാൽ ആമേ ദൈവമക്കളായ നാം നമ്മുടെ പ്രവർത്തികളെ ശോധന ചെയ്ത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുക. प्रभु ने हमारे लिए बुलाहट यही दी है, और अच्छे अच्छे काम को फैलाना, बुरे बुरे काम को इनकार करना. അപ്പോ ആമേ ബോവസ് രൂത്തിനെ ആശ്വസിപ്പിക്കുക മാത്രമല്ല, അവൾക്ക് വേണ്ടതായത് എല്ലാം ചെയ്തു കൊടുക്കാനിടയായി. बोअस ने रूत को दिलासा दिया है, उसका साथ भी साथ उनका जरूरतों को भी पूरा कर दिया है. ആമേൻ. അങ്ങനെയെങ്കിൽ ആമേൻ നമ്മയും ദൈവം ആശ്വസിപ്പിക്കുന്നത് ആമേൻ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും നമ്മൾ ദൈവവചന പ്രകാരം മുന്നേറുമ്പോൾ. ऐसा होवे तो रूत को बोअस दिलासा दिया तो हमारा भले भले काम देखते हुए प्रभु ने हमको भी दिलासा दिया देता है. ഇന്ന് പകൽക്കാലം നമുക്കൊരു വ്യക്തിയെ പരിചയപ്പെടാം, ദൈവം ആശ്വസിപ്പിച്ച ഒരു വ്യക്തിയെ. आज सुबह ही वक्त एक व्यक्ति का बारे में मैं और याद दिलाना चाहता हूं. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 86 സങ്കീർത്തനം അതിന്റെ 17 വാക്യം. और 86 भजन संगीता 6वीं पद में हम उसका बारे में थोड़ा मनन करें. 86:17. എന്നെ വായിക്കുന്നത് കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായ ഒരു അടയാളം എനിക്ക് തരണമേ. യഹോവേ, നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ. यहाँ पर ये वचन
ऐसा दिया है 6वीं पद में, हे यहोवा मेरी प्रार्थना की और कान लगा और मेरा गिड़गिड़ाने में को ध्यान से सुन। 86:17 അതിന്റെ അവസാനം. अच्छा, ओके। और 86 में 17वां पद में ऐसा लिखा है, मुझे भलाई का कोई चिन्ह दिखा जिसे देखकर मेरे वैरी निराशा हो, क्योंकि हे यहोवा तूने आप मेरी सहायता की और मुझे शांति दी है। അതെ, പ്രൈസ് ദി ലോർഡ്. യഹോവേ നീ എന്നെ സഹായിച്ചു, എനിക്ക് സമാധാനം അല്ലെങ്കിൽ എന്നെ ആശ്വസിപ്പിച്ചിരിക്കുന്നല്ലോ. क्योंकि हे यहोवा तूने आप मेरी सहायता की और मुझे शांति दी है। ആമേൻ. ദൈവം ദാവീദിനെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും, ആമേൻ, ദൈവം ആമേൻ ദാവീദിനെ ആശ്വസിപ്പിക്കുവാൻ കാരണമുണ്ട്. यहोवा ने दावीद को शांति देने के लिए, सहायता करने के लिए एक कारण वहां पर दी है। ആമേൻ. ദാവീദ് തന്റെ ജീവിതത്തിൽ അനുഭവിച്ചതായ വിഷയങ്ങളുടെ മധ്യേ और दावीद ने अपना जिंदगी में गुजरा हुआ कष्ट शोक की समय അവനെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ലാതിരുന്ന സമയത്ത് और उनको सहायता के लिए, शांति देने के लिए कोई किसी वहां पर है ही नहीं था, वही समय ആമേ ദാവീദിനെ ദൈവം ആശ്വസിപ്പിച്ചെന്ന് ദാവീദ് ഇവിടെ പറയുന്നു. ये दाऊद को परमेश्वर ने शांति दिलाया है। ആമേൻ. എന്തുകൊണ്ട് ദാവീദ് ആമേൻ ദൈവത്തോട് ഇങ്ങനെ പറയുന്നത്? നീ എന്നെ സഹായിച്ചു ആശ്വസിപ്പിച്ചിരിക്കുന്നു. यहोवा ने दाऊद को यही बात दिया है, प्रभु तूने हमारा सहायता की और मुझे शांति दी है। അതിന്റെ കാരണം ദാവീദിന് വിരുദ്ധമായി കടന്നു വന്നത് സാധാരണമായ ആൾക്കാരല്ലായിരുന്നു. इसके कारण यह है, दावीद के विरोधी साधारण व्यक्ति नहीं थे। ആമേൻ. ദാവീദ് പറയുന്നുണ്ട്, അതിന്റെ 14-ാം വാക്യം മുതൽ ദാവീദ് അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആമേൻ. എങ്ങനെയുള്ള ആൾക്കാരാണ് തനിക്ക് വിരോധമായി കടന്നു വന്നത്? उसका 14वां पद 13-14 पद में यही बात दिया है, अभिमानी लोग तो मेरा विरुद्ध उठा है। അതെ, അത് സാധാരണ ആൾക്കാരല്ല, അഹങ്കാരികളോട് എന്നോട് എതിർത്തിരിക്കുന്നു. പൗരന്മാരുടെ കൂട്ടം എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു. उपद्रवियों का झुंड मेरा प्राण का खोजी हुआ है और वे तेरा कुछ विचार नहीं रखते हैं। അതെ, അവർക്ക് ദൈവത്തെ കുറിച്ചൊരു ലക്ഷ്യമില്ല. അവർക്ക് ആമേൻ വലിയൊരു കൂട്ടമാണ് ഇപ്പോ എനിക്ക് വിരോധമായി കടന്നു വന്നിരിക്കുന്നത്. और बड़ा सा एक झुंड दाऊद के विरोध लड़ने के लिए आया है। അത് ഒന്നോ രണ്ടോ വ്യക്തികളല്ല, ആമേൻ ഒരു വലിയൊരു കൂട്ടം ദാവീദിന് ചുറ്റും വളഞ്ഞിരിക്കുക. ये दाऊद को घेर लेने के लिए बड़ा सा एक अभिमानियों का झुंड उनका विरोध में आया है। അപ്പൊ നോക്കിയേ, ആ സമയത്ത് ദാവീദിനെ രക്ഷിക്കുവാൻ വേറെ ആരുമില്ലാത്തൊരു സമയം. वही समय में दाऊद को रक्षा करने के लिए कोई किसी वहां पर नहीं है। എന്നാൽ ആ സമയത്ത് ദൈവം അവന് വേണ്ടി ഇറങ്ങി വന്നു. कोई किसी ने उसको सहाय के लिए है नहीं है, उसी घड़ी यहोवा परमेश्वर ने उतर कर आया है। ആമേൻ. ദാവീദിന്റെ ജീവിതത്തിൽ ശത്രുത തുടങ്ങിയത് ആമേൻ ഇപ്പോഴൊന്നുമല്ല, ആരംഭം മുതലേ അവന്റെ ജീവിതത്തിൽ ശത്രുക്കളുണ്ട്. दाऊद के विरोध में लड़ने के लिए अभी का समय नहीं, उनकी जन्म से लेकर शत्रुओं घेर लेने के लिए आए हैं। അതെ, അവന്റെ ജീവിത ആരംഭം മുതൽ ആമേൻ അവന്റെ വിരോധമായി ശത്രുക്കൾ എഴുന്നേറ്റ് കൊണ്ടേയിരുന്നു. उनका जीवन की आरंभ से लेकर शत्रुओं के विरोध में लड़ने के लिए शुरू की है। അത് തന്റെ കുടുംബത്തിൽ തന്നെ തനിക്ക് വിരോധമായിട്ടുണ്ടായിരുന്നു. अपने घर खानदानों में से दाऊद के विरोध लड़ने वाले भी थे। ആ തന്നെ ശ്രദ്ധിക്കുവാനോ തന്നെ ആശ്വസിപ്പിക്കുവാനോ തന്നെ സഹായിക്കുവാനോ തന്റെ കുടുംബത്തിൽ പോലും ആരുമില്ലാത്തൊരവസ്ഥ. दो दुखी भरी हुई समय दाऊद को और सहायता के लिए और शांति देने के लिए कोई किसी नहीं थे।
അവൻ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, എന്റെ അപ്പനും അമ്മയും പോലും എന്നെ കൈവിട്ട് കഴിഞ്ഞു. एक बार दावीद ने रोने लगा, मेरा माता पिता भी मुझे को त्याग की है. എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊണ്ട് യഹോവ എന്നോട് കൂടെ ഉണ്ടെന്ന്. यहोवा तूने मुझे, मेरा सहाय था और तूने मुझे को तसली दी. അപ്പൊ നോക്കിയേ, ദാവീദിന്റെ ആരംഭം മുതൽ ദാവീദിന് വിരോധമായിട്ട് ശത്രുക്കൾ ഒത്തിരി എഴുന്നേറ്റു. दावीद की जिंदगी की शुरुआत से लेकर शत्रुओं ने उनको घर लेने के लिए आया था. അതുകൊണ്ടാണ് ദാവീദ് അതിന്റെ 15-ാം വാക്യത്തിൽ പറയുന്നത്, നീയോ കർത്താവേ കരുണയും കൃപയും നിറഞ്ഞ ദൈവമാകുന്നു, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയും ഉള്ളവൻ തന്നെ. इसलिए 46वां भजन संहिता में 15 पद में यही लिखा है, परंतु प्रभु तू दयालु और अनुग्रहकारी परमेश्वर है, तू विलंब से क्षोभ करने वाला और शांति अधिक करुणामय है. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അതെ, ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല, ദൈവം മാത്രമേ അവനോട് കൂടെ ഉണ്ടായിരുന്നുള്ളൂ. और सहायता के लिए और कोई किसी नहीं, केवल यहोवा परमेश्वर सहाय के लिए है. അവൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളെയും ചോദ്യം ചെയ്യുവാനും അതിന്റെ കുറവുകൾ കണ്ടുപിടിക്കുവാനും അവന്റെ സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. और उनका भाइयों ने, उनका माता पिता के सगा भाइयों ने उनका विरुद्ध लड़ने के लिए थे, लेकिन उनका सहाय के लिए कोई नहीं था. നമുക്കറിയാം, അപ്പന്റെ ആജ്ഞപ്രകാരം തന്റെ സഹോദരങ്ങളെ അവരുടെ സുഖവിവരം അന്വേഷിക്കുവാനാ പോയത്. और पिताजी ने आज्ञा दी अपने भाइयों में और लड़ाई में है, उनका सुख लाभ उसका क्या है पूछताछ करने के लिए दावीद को भेजा है. കാരണം അനേക ദിവസങ്ങളായി യുദ്ധത്തിന് പോയിട്ട് ഇതുവരെയും മടങ്ങി വന്നില്ല. അവരുടെ അവസ്ഥ എന്തെന്നറിയണം, അവരെ കുറിച്ചുള്ള ചിന്ത അപ്പന് വന്നപ്പോൾ ദാവീദിനെ പറഞ്ഞു വിടുക. दावीद के पिताजी ईसाई ने उनका प्रथम भाइयों और युद्ध के लिए गया है, उनका बारे में कोई खबर नहीं मिलता है, इसी कारण में पूछताछ करने के लिए दावीद को भेजा है. അപ്പോൾ ആ സഹോദരങ്ങളുടെ ഇടയിൽ തന്റെ ജ്യേഷ്ഠന്മാരുടെ സുഖവിവരം അന്വേഷിക്കാൻ പോയപ്പോൾ ആ ജ്യേഷ്ഠന്മാർ തന്നെ അവനെ അവിടെ നിന്ന് വിരട്ടി ഓടിക്കുന്നത് കാണുവാൻ കഴിയും. और भाइयों को सुख सुखी कैसे है उसका बारे में जानकारी लेने के लिए गए थे, लेकिन भाइयों ने उनको चला दिया, छोड़ दिया है, चले जाओ. കാരണം പ്രൈസ് ദി ലോർഡ്, ഇന്നും അതാ, ജ്യേഷ്ഠനെ ഇഷ്ടമല്ല ഈ അനുജൻ ജ്യേഷ്ഠന്റെ വിവരം അറിയാൻ വരുന്നത്. आजकल दिनों में भाइयों के और कुशलता और मालूम पड़ने के लिए बच्चों जाते हैं. എന്നാൽ ദാവീദ് അവിടെ യുദ്ധം കാണുവാനോ അവിടുത്തെ കാര്യങ്ങളെ കുറിച്ചുള്ള കാര്യം മനസ്സിലാക്കുവാനല്ല, സ്വന്തം സഹോദരങ്ങളുടെ സുഖം അറിയാനാ പോയത്. और यहाँ पर हम पाया जाता है युद्ध कैसे चलते हैं और वहां की सेनाओं का काम कार्य कैसे होते, वो पूछताछ करने के लिए है ही नहीं, अपने भाइयों के बारे में तलाश करने के लिए गए थे. അത് അപ്പൻ പറഞ്ഞതിന് ശേഷം അപ്പൻ അയച്ചത് കൊണ്ട് മാത്രം അപ്പന്റെ കൽപ്പന അനുസരിക്കാൻ അവൻ ശ്രമിച്ചത്. पिताजी ने उनको भेजा है, उनका तेरी भाइयों कैसे है वो पूछताछ कर वापस आओ, उसी के लिए भेजा है. ദാവീദിന് അവിടെ പോകേണ്ട യാതൊരു കാര്യവുമില്ല, അവന്റെ ജോലിയിൽ വ്യാപൃതനായിരുന്നവനാ. दावीद को वहां पर जाने के लिए कोई काम कार्य नहीं है, अपने काम कार्यों में, इसका मतलब भेड़ बकरियों को चलाने का काम था, वो रखवाली करते थे. എന്നാൽ അവിടെ നിന്നാണ് അപ്പൻ അവനെ വിളിച്ച് ജ്യേഷ്ഠന്മാരുടെ സുഖവിവരം അറിയാൻ വിട്ടയച്ചത്. भेड़ बकरियों को चलाते हुए स्थानों में से बुलाकर अपने भाइयों के बारे में पूछताछ कर तलाश कर वापस आओ, ये काम के लिए उनको भेजा है. എന്നാൽ ജ്യേഷ്ഠന്മാർ പറയുന്നത്, നിനക്കിവിടെ എന്ത് കാര്യം, നീ എന്തിനാ ഇവിടെ വന്നത്? ये भाइयों ने पूछता है, तेरे को यहाँ पर क्या काम है, तू यहाँ पर क्यों आया है? അതെ, കാരണം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു തൊഴിലുണ്ട്, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ജോലിയുണ്ട്, നീ അത് മാത്രം ചെയ്താൽ മതി. तू जा, तेरे ऊपर सौंपा हुआ ये काम है, कार्य है, वो काम के लिए तू जाओ, यहाँ पर क्या काम है तुम्हारे? ഇവിടത്തെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം, ഇവിടത്തെ കാര്യം നീ നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അവനെ ഒഴിവാക്കുക.
युद्ध के लिए काम कार्य है, हम रखवाली करेंगे, देखेंगे, तू जाओ, तेरा काम तू करो। ആമേൻ ആമേൻ. അങ്ങനെ ദാവീദിനെ അവിടെ നിരുത്സാഹപ്പെടുത്തി അവനെ പറഞ്ഞു വിടാൻ ശ്രമിക്കുക. दावीद को निरुत्साहित करते हुए वहां पर भेजने के लिए वहां पर बताता है। ഇന്ന് നമുക്കറിയാം ആമേൻ, അനേകരെ അങ്ങനെയാ, മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുത്തുക, പ്രോത്സാഹനം കൊടുക്കേണ്ട സ്ഥാനത്ത് നിരുത്സാഹപ്പെടുത്തുക. आजकल दिनों में भी हम देखते हैं औरों को उत्साहित नहीं देते हैं, निरुत्साहित करते हैं। നമ്മൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ദൈവം നമ്മെ പ്രോത്സാഹിപ്പിക്കും. दूसरों को हम उत्तेजित देना, हम दूसरों को उत्साहित करेगा तो प्रभु की ओर से हमको उशारी कर देते हैं। ആമേൻ. ക്രിസ്തുവിനോട് ഞാൻ ഒരു അനുഭവം ഞാൻ പറയാം. परमेश्वर की दास की एक अनुभव बताना चाहता हूँ। ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു എന്റെ പിന്നിലുള്ള ചില വർഷങ്ങളെ കുറിച്ച്. परमेश्वर की दास की बीतों में एक वर्ष के बारे में मैं चिंता करता था। കാരണം ഞാൻ ഈ ഫുൾ ടൈം മിനിസ്ട്രിയിൽ വന്നിട്ട് 30 വർഷമായി. परमेश्वर की दास ने अपने पूरा समय मसीह का सेवकाई के लिए निकला है, 30 वर्ष बीत चुके हैं। എന്നാൽ 35 വർഷത്തിന് മുമ്പേ തോംസൺ ഭാഷയെ പരിചയപ്പെടാനിടയായി. 35 साल की वर्ष की पगले थॉमसन वर्ष के साथ मेल मिलाप मिली है। കാരണം ഞാൻ ബോംബെയിൽ വന്നത് തന്നെ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ഇച്ചിരി പണം സമ്പാദിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ വന്നത്. परमेश्वर के दास के उद्देश्य यही था, कुछ नौकरी करे, कुछ धन दौलत में आए, ये सोच विचार करके ആ ഒരു ചിന്തയോടുകൂടെ ബോംബെയുടെ പ്രദേശത്തേക്ക് കടന്നു വന്നുവെങ്കിലും ഇവിടെ വന്നപ്പോൾ എനിക്ക് ആരാധനയ്ക്ക് കൂട്ടണമെന്നുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടായി. बॉम्बे में नौकरी के लिए आया है, लेकिन उनका हृदय में बहुत आशा है परमेश्वर की अच्छे आराधनालय मिले, वहां पर आराधना करे। ആരാധന ഞാൻ അന്വേഷിച്ചു കൊണ്ടിരുന്നത് ഏതെങ്കിലും ഒരു CSI ചർച്ച് ഉണ്ടോന്നാ. കാരണം എന്റെ അമ്മ എല്ലാം CSI ചർച്ചിലെ അംഗങ്ങളാണ്. परमेश्वर के दास को ये हृदय के विचार दे और चर्च ऑफ साउथ इंडिया की कोई आराधना किसी जगह पर है, वहां पर जाने के लिए इसका मतलब उसका मादा और चर्च ऑफ साउथ इंडिया वाले थे। ആമേൻ. പെന്തക്കോസ്തുമായിട്ട് ഒരു ബന്ധവുമില്ല, പെന്തക്കോസ്തിനെ ഒത്തിരി വെറുത്ത ഒരു വ്യക്തിയായിരുന്നു. और पेंतकोस्त वालों के साथ कुछ मेल मिलाप नहीं थे, उसका साथ इनकार किया था। എന്നാൽ ആമേൻ, ഞാൻ അങ്ങനെ തേടി വരുമ്പോഴാണ് കൊളാബയിലെ ഗീതാനഗറിൽ ഗോഡ്സ് മിഷന്റെ പ്രവർത്തനത്തെ കാണുവാനിടയായത്. और उसी समय बॉम्बे में कोलानगर में वहां पर गॉड्स मिशन की काम कार्य सेवकाई के बारे में मुझे ध्यान मिल गए। അപ്പോ ആദ്യമായിട്ടാണ് ഞാൻ ആ പെന്തക്കോസ് ആരാധനയിൽ പങ്കെടുക്കുന്നത് തന്നെ. प्रथम समय पेंतकोस्टल की आराधना में मैं शामिल थे। എന്നാൽ അത് എന്നെ വല്ലാതെ ആകർഷിച്ചു. मुझे को आकर्षित किया है वहां पर की आराधना। കാരണം എല്ലാവരാലും വെറുക്കപ്പെട്ട് ആരും തിരിഞ്ഞു നോക്കാൻ ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു ആ സ്ഥലം. वही समय कोई किसी ने सहाय के लिए नहीं और त्याग किए हुए जगह भी थे। ആ സ്ഥലത്ത് വന്ന് ആ ജനത്തെ ഉദ്ധരിക്കുവാൻ വേണ്ടി ദൈവദാസന്മാർ കഷ്ടപ്പെടുന്നത് എന്നെ വല്ലാതെ അത് ആകർഷിച്ചു. ये इनकार किया, त्याग किया, छोड़ दिया, अकेलापन है, ऐसे लोगों का बीच में परमेश्वर के दासों ने सेवकाई किया। जो सेवकाई देखते हुए मेरा मन उसी की ओर लगा है। കാരണം അവിടെ വെള്ളമില്ല, വെളിച്ചമില്ല, റോഡില്ല, ഒരു ടോയ്ലറ്റ് സംവിധാനമില്ല, ഒരു സജ്ജീകരണവും ഇല്ലാതെ കഴിഞ്ഞിരുന്ന ഒരു ജനതയായിരുന്നു. जो गांव में रोशनी नहीं, प्रकाश नहीं, पानी नहीं और टॉयलेट नहीं, कुछ सुविधा है नहीं, ऐसे प्रकार की एक जगह पर परमेश्वर के दासों ने सेवकाई किया। वो देखते हुए मुझे को आश्चर्य हुई है। അപ്പോ അവിടുത്തെ ജനത്തെ ഉദ്ധരിക്കുവാൻ വേണ്ടി ദൈവദാസന്മാർ കഷ്ടപ്പെടുന്നതായിരിക്കാം. എന്നെ അത് വല്ലാതെ ആകർഷിച്ചു. ഞാൻ ആരാധനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. ये कुछ सुविधा बिना रहते हुए जगहों में
परमेश्वर के दासों ने जाकर सेवकाई किया है, करता है, देखते हुए मेरा मन उसी की ओर लगा है। ആമേൻ. അങ്ങനെ അവിടെ വെച്ച് രക്ഷിക്കപ്പെടുവാനും തോംസൺ പാസ്റ്റർ കൈക്കീഴിൽ സ്നാനപ്പെടുവാനും ദൈവം കൃപ ചെയ്തു. ऐसा ही है, वहां पर यीशु को हमारा मन दिया है, मन बुरावट में आया है, थॉमसन पास्टर के हाथ के नीचे बपतिस्मा भी ली है। അപ്പോ പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ് അവിടെ ആരാധിക്കുമ്പോൾ ദൈവം എന്നെ വ്യക്തമായിട്ട് വിളിച്ച് വേർതിരിച്ചു സുവിശേഷ വേലയ്ക്ക് വേണ്ടി ആക്കി തീർന്നു. वहां पर आराधना करते हुए समय प्रभु की बुलाहट मुझे मिली और परमेश्वर की सेवकाई के लिए मैं जिंदगी को अलग की है। അങ്ങനെയാണ് പ്രൈസ് ദി ലോർഡ് ഞാന് ആമേൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും ജോലി രാജിവെച്ച് എന്റെ ഒരു ബാഗുമായിട്ട് പാസ്റ്റർ കൂടെ തന്നെ ആമേൻ കടന്നു വരാൻ ഇടയായി പാസ്റ്റർ വീട്ടില്. ऐसा ही हाल में अपने नौकरी थे जो त्याग किया, छोड़ दिया है और एक धैर्य लेकर परमेश्वर के दास थॉमसन पास्टर की खानदानों के साथ वहां पर और जीवन बिताया है। എന്നാൽ ആമേൻ ആ സമയം മുതൽ ഒത്തിരി പ്രതികൂലങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടയായി. उस समय से लेकर मुझे को कोई पवन हवा लगते हैं, अनुकूल नहीं प्रतिकूल विरोधी रीति पर आया है जिंदगी। ആ പല ജ്യേഷ്ഠന്മാര് എന്നെ അവിടെ നിന്ന് നിരുത്സാഹപ്പെടുത്തുവാനും ഗോഡ്സ് മിഷൻ തന്നെ മാറ്റുവാനും പല ജ്യേഷ്ഠന്മാരും ശ്രമിച്ചു. और बड़े भाइयों कई लोग उसी में से अलग करने के लिए, निकालने के लिए परिश्रम की है। എന്നാൽ കർത്താവിന്റെ ദാസൻ തോംസൺ പാസ്റ്ററുടെ സ്വഭാവവും അദ്ദേഹം എന്നോട് ഇടപെട്ടതും എന്നെ ആകർഷിച്ചത് കൊണ്ട് എനിക്ക് വിട്ടുപോകാൻ മനസ്സിലായിരുന്നു. और थॉमसन पास्टर ने मुझे दिलासा दिया है और आश्वासन दिया है, प्रेम किया है। उनका प्रेम देखते हुए मुझे कोई छोड़ नहीं सका था। ആമേൻ. ആ പ്രൈസ് ദി ലോർഡ് അവസ്ഥയിൽ ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്തിൽ നിന്ന് തന്നെ എന്നെ പറിച്ചു കളയുവാൻ ശത്രു പദ്ധതിയിട്ടു. मोर परमेश्वर के दास ने जिन स्थान में रहा था वही स्थान से हटाने के लिए, निकालने के लिए शैतान ने विविध प्रकार की शक्ति सामर्थ्य काम की है। എന്ന് പറഞ്ഞാൽ നിരുത്സാഹപ്പെടുത്താനും പിന്നിലോട്ട് വലിക്കുവാനും മറ്റു സംഘടനയിൽ കൊണ്ടുപോകുവാനും ഒത്തിരി പേര് ശ്രമിച്ചു. कई लोग ने परिश्रम की है, इसी में से दूसरा और संस्था की ओर जोड़ने के लिए ये लोग हमारा विरोध में काम किए थे। പ്രൈസ് ദി ലോർഡ്. എന്റെ വേണ്ടപ്പെട്ടവരും അവരിൽ കൂടെയും ഒത്തിരി പരിശ്രമങ്ങൾ ഉണ്ടായി. परमेश्वर के दास के रिश्तेदारों की तरफ से, औरों की तरफ से कई प्रकार के प्रश्न मेरी ओर आई है। എന്നാൽ പ്രൈസ് ദി ലോർഡ് എന്നെ ദൈവം വിളിച്ച് ആക്കിയിരിക്കുന്ന ഈ സ്ഥലം അല്ലെങ്കിൽ ഈ സംഘടന ആ സംഘടനയുമായി നിൽക്കണമെന്ന് ദൈവം എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്മാറിയില്ല. और परमेश्वर के दास की और प्रभु की मधुरवाणी वो ही आई और परमेश्वर के दास थॉमसन पास्टर के साथ भी साथ अटल रहे, स्थिर रहे, काम उनका साथ है। प्रभु की वाणी आई थी। അത് കഴിഞ്ഞ് പല പ്രവചനങ്ങൾ നടത്തി നോക്കി. उसका बाद में कई प्रकार की भविष्यवाणी मेरी ओर आई है। കാരണം എങ്ങനെയെങ്കിലും എന്നെ അവിടെ നടത്തി മാറ്റുവാൻ ശത്രു ഞാൻ താമസിച്ചിരുന്ന റൂമിൽ നിന്ന് വരെ വീട്ടിൽ നിന്ന് വരെ എന്നെ ഇറക്കി വിട്ടു. और कई प्रकार के प्रश्न आया और शैतान के कामकारी से वो कमरे से रहता हुआ घर से भी बाहर निकलवाया है। ആ സമയത്ത് എനിക്ക് ആശ്വാസം പകരുവാൻ ആരുമില്ലായിരുന്നു. തോംസൺ പാസ്റ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. और उसी समय दिलासा देने के लिए और सहायता के लिए केवल ही थॉमसन पास्टर थे। പ്രൈസ് ദി ലോർഡ്. കാരണം അദ്ദേഹം എന്നെ കരം പിടിച്ചു, എനിക്ക് ആശ്വാസം പകർന്നു. ആ സമയത്ത് എല്ലാവരും വിശ്വാസികൾ പോലും എതിരായി നിന്ന സമയങ്ങളുണ്ടായിരുന്നു. उस समय परमेश्वर के दास ने मुझे को हाथ मिलाया और उठाया और सगाई के लिए मेरा साथ आया। അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ് എനിക്ക് എന്റെ ഒരു പിതാവിന്റെ സ്ഥാനത്ത് എന്റെ ഒരു മാതാവിന്റെ സ്ഥാനത്ത് ഞാൻ ആ കുടുംബത്തെ പ്രതിഷ്ഠിച്ചത്. और वो थॉमसन पास्टर का परिवार के साथ एक माता पिता की सहाय मिलने के लिए वो घर मेरा सहाय के लिए आया है।
ആമേൻ അന്ന് മുതൽ ഇന്ന് വരെയും ആമേൻ അതേ രീതിയിൽ തന്നെ തുടരുവാൻ ആമേൻ ദൈവം സഹായിച്ചു. आजकल दिनों में 1-35 साल तक उनका साथ भी साथ मेल मिलाप होकर काम कार्यों में सेवकाई में आगे बढ़ने के लिए प्रभु अवसर दी है. ഞാൻ പറഞ്ഞു വന്നത് അന്ന് തുടങ്ങിയ ആ പ്രതികൂലം ഇന്നും എന്റെ പിന്നാലെയുണ്ട്. उस समय में मेरा विरोध में लड़ते थे जो लड़ाई आज के दिनों में भी चलते हैं. അത് ഇന്നും പല ജ്യേഷ്ഠന്മാര് ആമേൻ നിരുത്സാഹപ്പെടുത്തുകയും ആമേൻ പ്രൈസ് ദി ലോർഡ് എന്താ അവർ പുറന്തള്ളുമ്പോഴും ആമേൻ ദൈവം പിടിച്ചു നിർത്തുന്നുണ്ട്. वो ऐसे प्रकार की भाइयों मुझे को बाहर निकालने के लिए ऐसा कोशिश किया, ऐसी प्रकार भी आज के दिनों में मेरा बदनामी देने के लिए लोग आगे हैं. എന്നാൽ പ്രൈസ് ദി ലോർഡ് ഞാൻ പറഞ്ഞല്ലോ ആമേൻ കർത്താവിന്റെ ദാസൻ എന്നെ ആശ്വസിപ്പിച്ചതായ എനിക്ക് കാണിച്ചു തന്നതായ ആ പാത ആമേൻ അന്ത്യം വരെയും പിന്തുടരുവാൻ ഞാൻ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തിരുന്നു. मैं ऐसा आग्रह रखता है, परमेश्वर की दास ने एक अच्छा दर्शन, इसका मतलब अच्छा रास्ता दिखाया, वो रास्ता में रहकर मेरा जिंदगी भरकर उनका पीछे पैर रखने के लिए मैं चाहता हूँ. ആമേൻ എന്തെല്ലാം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ശത്രുവായവൻ കൊണ്ടുവന്നാലും ആമേൻ കരം പിടിച്ചു നടത്തുന്ന കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. प्यारो मित्रों, आज सुबह की संदेश यही है, हमारा विरोध में कितने लड़ते हैं, शैतान की और मनुष्य की तरफ से कितना और दोष और आरोपित होता है, लेकिन हम ध्यान दे हमारा हाथ मिलाया हुआ एक सर्वशक्तिमान हमारा साथ भी साथ है. ആമേൻ ആരെല്ലാം എതിരായി വന്നാലും ആരെല്ലാം എന്തെല്ലാം ചെയ്താലും ആമേൻ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്തുള്ളൂ. कोई किसी ने बातचीत के बारे में हो, काम कार्य के बारे में हो, कितना वो मेरे विरोध में आते हैं, जो विरोधी के विरोध वे करने के लिए नहीं जाते हैं, मेरा फर्ज है उन्हीं के लिए प्रार्थना करने का. കാരണം പലപ്പോഴും അത് അവരല്ല ചെയ്യുന്നത്, അവരിൽ കൂടെ ശത്രു എന്നെ ആമേ പരീക്ഷിക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. परमेश्वर के दास के मन में यही बात है, जो व्यक्ति नहीं उन्हीं का ऊपर शैतान की कामगारी होता है, वो कार्य के बारे में द्वारा मुझे को पीछे हटाने के लिए शैतान कोशिश करते हैं. അതുകൊണ്ട് പലതും കണ്ടാലും കേട്ടാലും ആമേൻ ഒന്നും അറിയാത്തവനെ പോലെ കർത്താവിന്റെ കരങ്ങളിലേക്ക് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കും. इसी कारण में कई चीज देखते हैं, सुनते हैं, काम आंख बंद करके कान बंद करके मसीह का पीछे हो लिया जाता है. കാരണം एന്റെ പ്രാർത്ഥന ദാവീദ് ഇവിടെ പ്രാർത്ഥിക്കുന്ന 16-ാം വാക്യത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പോലെയാ എന്റെ പ്രാർത്ഥന. और यहाँ पर 86 भजन संगीता में 16वां पद में दावीद ने प्रार्थना किया, यही प्रार्थना मेरा जिंदगी में है. ദാവീദ് പറയുന്നു, എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കൃപയുണ്ടാകണമേ, നിന്റെ ദാസന് നിന്റെ ശക്തി തന്ന് നിന്റെ ദാസിയുടെ പുത്രനെ രക്ഷിക്കണമേ. मेरी ओर भरकर मुझ पर अनुग्रह कर, अपने दास को तू शक्ति दे और अपनी दासी के पुत्र का उद्धार कर. ആമേൻ. അതുകൊണ്ടാണ് ദാവീദ് ദൈവസന്നിധിയിൽ അവൻ സകലതും അർപ്പിച്ചു പ്രാർത്ഥിച്ചു. ദാവീദിനെ ദൈവം ആശ്വസിപ്പിച്ചു. इसी रीति पर दावीद ने कष्ट शोक भोगना पड़ा, तब यहोवा परमेश्वर ने दावीद को सहाय की. ऐसी रीति पर हम दावीद को मिला हुआ जो वरदान के आधार पर आगे बढ़ना हमारा काम है. പ്രിയമുള്ളവരെ, ഞാനിത് പറയുവാനുള്ള കാരണം ഞാൻ ചില സമയങ്ങളിൽ എന്റെ ജീവിതത്തെ ഇങ്ങനെ ഓർത്ത് ഞാൻ ഒത്തിരി ദൈവസന്നിധിയിൽ കരയാറുണ്ട്. परमेश्वर के दास की जिंदगी की वेदना के समय कई प्रकार की बात सोच समझते हुए वेदना सहजा हुआ अनेक बात वह आगे है. എത്രയോ പ്രാവശ്യം ഈ ലോകത്തുനിന്ന് നഷ്ടപ്പെട്ടു പോകാൻ ഈ ലോകത്തുനിന്ന് തകർക്കുവാൻ വേണ്ടി ശത്രു പല പദ്ധതികളും ഒരുക്കി. दुनिया से या विश्वास में से हटाने के लिए शैतान ने कई प्रकार की प्रश्न हमारे ओर लाया था.
ആമേൻ, പ്രൈസ് ദി ലോർഡ്. കാരണം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടേക്കാം, അല്ലെങ്കിൽ സ്വയമായിട്ട് എന്തെങ്കിലും ചെയ്തേക്കാം എന്നുള്ളതായ രീതിയിൽ വരെ ശത്രു ആമേൻ പ്രവർത്തിച്ചു. और मेरा जिंदगी में बहुत सारे काम कार्य शैतान की तरह की है, लेकिन यहोवा परमेश्वर के हाथ मुझे को मिलाया है. ആമേൻ, ഞാനിങ്ങനെ ചിന്തിച്ചു, പ്രൈസ് ദി ലോർഡ്, ഒരു ദൈവ പൈതൽ, ഒരു ദൈവദാസനെ ആമേൻ ഈ ലോകത്തിന് തന്നെ നശിപ്പിക്കുവാൻ തക്കവണ്ണം അത്രത്തോളം പ്രതികൂലങ്ങൾ പിശാച് കൊണ്ടുവരും. ये बात हम जान ले, हमारे में संसार में से हमको हटाने के लिए, निकालने के लिए, नाश करने के लिए शैतान ने विविध प्रकार की कामकारी हमारे जीवन में आता है, लाता है. എന്നാൽ ദൈവത്തിൽ നമ്മൾ ആശ്രയം വെച്ച് മുന്നേറി കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ദൈവം നമ്മെ ആശ്വസിപ്പിക്കും, ദൈവം നമ്മെ സഹായിക്കും. हमारा भरोसा, हमारा आश्रय, हमारा मसीह होवे तो जिंदगी भर कर उन्होंने हमें दिलासा देता है, सहाय करता है. ഞാൻ പറഞ്ഞു വന്നത്, ദാവീദിന്റെ ജീവിതത്തിൽ ആരംഭം മുതലേ അവന്റെ ജീവിതത്തിൽ പ്രതിയോഗികൾ ഒത്തിരി ഉണ്ടായിരുന്നു. दावीद की जिंदगी की शुरुआत से लेकर उनका प्रतियोगी है, शत्रु है, उनका जीवन को परखने वाले हैं. वही बात हम यहाँ पर पाया जाता है. എന്നാൽ ദാവീദ് ഇവിടെ പറയുന്നത്, യഹോവേ ആമേൻ, നീ എന്നെ ആമേൻ സഹായിച്ചു, നീ എന്നെ ആശ്വസിപ്പിച്ചു. यहाँ पर वचन दिया है, यहोवा तूने मुझे गोद दिलासा दिया, अनुग्रह कर दिया है. ആമേൻ, അങ്ങനെയെങ്കിൽ ആമേൻ തന്റെ ജീവിതത്തിൽ അത്രത്തോളം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കടന്നു വന്നപ്പോൾ തനിക്ക് ആശ്രയിക്കുവാൻ ഒരേ ഒരു സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ദൈവസന്നിധിയാണ്. इसके जिंदगी को प्रतिकूल अनुभव, वेदना की, दुख की अवसर हो गया, उसी समय भी ये बात जान ले और दिलासा देने के लिए, सहाय के लिए एक मसीह का अनुग्रह हमारा साथ भी साथ है. ആകയാൽ നമ്മൾ ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാമെങ്കിൽ ആമേൻ നമ്മെ സഹായിക്കുവാൻ ആരുമില്ല എന്ന് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരും. हम जान ले, कोई किसी को किसी की सहाय हमें नहीं मिलता है, उद्धार नहीं होता है, हमारे हाथ मिलाने के लिए कोई किसी नहीं है, सहाय के लिए कोई नहीं, उसी घड़ी में हमारा मसीह हमें हाथ मिलाता है. അതെ, പ്രൈസ് ദി ലോർഡ്. മനുഷ്യരുടെ സഹായം ചിലപ്പോൾ നിന്നുപോയെന്ന് വരാം. शायद हो मनुष्य की सहाय हमारे में से तुरंत रुक जाते हैं, എന്നാൽ ദൈവത്തിന്റെ സഹായം അത് ഒരിക്കലും നിന്നു പോകത്തില്ല, അന്ത്യത്തോളം കൂടെ ഇരിക്കും. मनुष्य ने हमें त्याग करेगा तो मसीह हमको त्याग नहीं करेंगे, उनकी सहाय निरंतर हमारा साथ भी साथ रहेंगे. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാളും യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. इसी कारण में भजन संगीता में दावीद ने बताया, मनुष्यों के ऊपर भरोसा रखने से भी अधिक यहोवा पर भरोसा रखना भला है. അവൻ നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാകയാൽ അന്ത്യത്തോളം നമ്മെ നടത്തുക തന്നെ ചെയ്യും. बुलाहट मिला है मसीह में से, जो मसीह ने निरंतर हमारा मृत्यु तक उन्होंने हमें चलाएंगे. അത് ദാവീദ് തന്റെ അനുഭവത്തിൽ കൂടെ വിവരിക്കുന്നുണ്ട്. दावीद ने उनका अनुभव में से वर्णन करता है. തന്റെ ജീവിതത്തിൽ ആമേൻ അവസാന സമയം വരെയും അവനെ ആമേൻ വിശ്വസ്തയോടുകൂടെ ആമേൻ നിൽക്കുവാൻ കഴിഞ്ഞു. और दावीद ने आयु भरकर जिंदगी पूरा समय यहोवा पर उन्होंने भरोसा रखा है. തന്റെ ജീവിതത്തിൽ തെറ്റുകൾ കടന്നു വന്നപ്പോൾ അത് തന്നെ ദൈവം ഓർമ്മിപ്പിക്കുമ്പോൾ പശ്ചാത്തപിച്ച് കരയുന്ന ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. जो उनका जीवन में कुछ रुकावट और उनका प्रश्न आता है, तुरंत यहोवा ने उनको सहाय के लिए निकट पहुंचा है. അവൻ എന്തൊക്കെ അവന്റെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടെങ്കിലും അവനെ ഓർമ്മപ്പെടുത്തുമ്പോൾ അവൻ പശ്ചാത്തപിച്ച് ദൈവസന്നിധിയിൽ കരയും. और उनका जीवन में कुछ कमी कटी होता है, इसका मतलब पाप के कारण में यहोवा से अलग होने के लिए कोई किसी काम कार्य बात होता है, तुरंत यहोवा परमेश्वर याद दिलाता है, उन्होंने पश्चाताप करता है. ആമേൻ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതവും അതുപോലെ ആയിരിക്കണം. हमारा जिंदगी ऐसी समानता में होना भला है.
കാരണം ദൈവം എന്തെങ്കിലും ഓർമ്മപ്പെടുത്തുമ്പോൾ ദൈവസന്നിധിയിൽ പശ്ചാത്തപിക്കുകയും കരയുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടായിരിക്കണം. कारण यही बात मैं कहना चाहता है, हमारे में कुछ ऐसी हाल होता है, तुरंत हम पश्चाताप करें, माफी मांगे, प्रभु में अटल रहे. ദൈവാത്മാവ് ആരിൽ കൂടെ വെളിപ്പെടുത്തിയാലും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്ന വിഷയങ്ങളെ നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ ഒരുക്കമാണെങ്കിൽ ദൈവം നമ്മെ സഹായിക്കും. हमारा जिंदगी में मसीह में से हमको अलग करने के लिए कोई कुछ काम कार्य आया है और परमेश्वर के वचन की या भविष्यवाणी के साथ याद दिलाता है, तुरंत पश्चाताप कर मसीह की ओर फिर लगाना हमारा भला की बात है. കാരണം നമ്മെ കുറിച്ച് ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നു. कारण ये है हमारे बारे में होगा परमेश्वर ने ऐसा चाहता है. കാരണം നമ്മൾ ആരും പൂർണ്ണരല്ലാത്തത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില കുറവുകളെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. कारण ये है हमारा जिंदगी में कमी कटी भी होता है. എന്നാൽ ആ സമയങ്ങളിൽ നമുക്കത് സംഭവിക്കുമെന്ന് അറിഞ്ഞ് അല്ലെങ്കിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. ऐसा ही होता है. ये होने का समय भविष्यवाणी की और या स्वप्न के साथ हमको कुछ बात याद दिलाएगा तो पश्चाताप कर अनुताप कर प्रभु की ओर आना हमारे लिए काम कार्य है. ദൈവം ഇന്നുവരെയും നിലനിർത്തുന്നതിന്റെ കാരണം അതാണ്. आज तक हमको खड़ा किया है, कारण वो ही बात है. ദൈവം വെളിപ്പെടുത്തുമ്പോൾ ദൈവസന്നിധിയിൽ നെടുമ്പാടായി വീണ് കരയുക, ദൈവസന്നിധിയിൽ അങ്ങ് സമർപ്പിക്കുക. प्रभु ने हमें कुछ बात ये स्मरण देता है, याद दिलाता है, तब पश्चाताप होकर प्रभु की ओर गिरना हमारे लिए भला है. എന്റെ ജീവിതത്തിൽ അങ്ങനെ ചിലരെല്ലാം എന്നെ ആശ്വസിപ്പിക്കുകയും പല സമയങ്ങളിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്തവരുണ്ട്. और कई प्रश्नों में परमेश्वर के दास ने आगे बढ़ने का ही समय, दुख भरी हुई समय में कई लोग आगे आया है, मुझे को दिलासा दिया है, सहाय की है. കാരണം ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു സമയത്ത് ഞാൻ വലിയൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് വളരെ ഭാരപ്പെട്ട ഒരു സമയം. और परमेश्वर के दास के कई प्रकार के अनुभव समय में प्रश्नों के पार करने के लिए कोई रास्ता नहीं है, उसी समय में मसीह की हाथ में देखा था. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് തോമസ് പാസ്റ്റർ ഭാര്യ ജിജി സിസ്റ്റർ ഒരു ഫോൺ കോൾ എന്നെ വളരെ ചിന്തിപ്പിക്കുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാനിടയായി. और ऐसा दुख भरे हुए समय में थॉमस पास्टर की पत्नी और जिजी सिस्टर ने एक फोन किया है. फोन की शब्द मुझे को कुछ दिलाजा और सहाय के लिए हुई है. 2002 നടന്ന സംഭവമാണ്. 2002 वर्ष में ये बात हुई है. അത് എന്നെ വളരെ ചിന്തിപ്പിക്കുവാനും എന്നെ പ്രൈസ് ദി ലോർഡ് എനിക്ക് ബലം പകരുവാനിടയായി. वो शब्द मुझे को चिंता के लिए और मुझे को बलवंत करने के लिए जो शब्द आगे मुझे मिला है. അതുപോലെ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് പ്രൈസ് ദി ലോർഡ് നമ്മുടെ കർത്താവിന്റെ ദാസൻ ജോർസി തോമസ് പാസ്റ്ററിൽ കൂടെയും എനിക്ക് ചില വാക്കുകൾ എന്നെ ഒത്തിരി ചിന്തിപ്പിക്കാനിടയായി. बीते दिनों में कई महीना के पहले मेरी तरफ कुछ शब्द परमेश्वर के दास को सामर्थ्य मिलने के लिए कारण बनी है. കാരണം പ്രൈസ് ദി ലോർഡ് നമ്മൾ ചിലപ്പോൾ നിരാശരായി ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് അങ്ങനത്തെ വാക്കുകൾ നമുക്ക് ഒരു പുതുജീവനായിരിക്കും. हम दुखी भरी हुई समय में ऐसा दिलासा देने का कुछ शब्द हमें उत्साहित करते हैं, प्रेरणा देता है. ഞാൻ പറഞ്ഞത് നമ്മൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുക, അവർക്കൊരു ആശ്വാസമായി തീരുക. हम दूसरों को सहाय करें, शांति दिलाए और समाधान की बात उन्हीं को बताने के लिए आग्रह करें. ആ ആശ്വാസം ഒരിക്കലും ഇയ്യോബിന്റെ സ്നേഹിതരെ പോലെ ആയി തീരരുത്. वो दिलासा देता है अय्यूब की जिंदगी की समानता में ना हो जाए.
ആ യോബിന് ചില സ്നേഹിതന്മാരുണ്ടായിരുന്നു, ആശ്വസിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേദനിപ്പിക്കുന്ന അവസ്ഥ. आयुब के और साथीदारों ने उनको सहाय के लिए आया है, वो दुख देने के लिए कामकारी हुई है। ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മെ ഒന്ന് പരിശോധിക്കാം. आज सुबह ही समय अपना आपको थोड़ा जांच ले। നമ്മൾ ആമേൻ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നവരാണോ അതോ വേദനിപ്പിക്കുന്നവരാണോ? और हमारे जिंदगी में कुछ दिलासा देने वाले हैं, सहाय करने वाले हैं, उसके बारे में थोड़ा जानकारी ले। നമുക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമ്മെ ഒന്ന് ശോധന ചെയ്യാം. आज सुबह ही वक्त थोड़ा आंख बंद करे, अपने आप को जांच ले, प्रार्थना करे, നമുക്ക് നമ്മെ തന്നെ ഒന്ന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. अपने आप को मसीह का हाथों में समर्पण कर दे। ആമേൻ നമ്മെ കൈവിടില്ല ഉപേക്ഷിക്കില്ല എന്ന വാക്ക് തന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. और प्रभु ने हमें त्याग ना करेंगे और हाथ मिलाएंगे, प्रभु की सामर्थ्य में जाने देते हैं। ആ ദൈവകരങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം നമ്മെ ഒന്ന് സമർപ്പിക്കാം. और मसीह के हाथों में हम समर्पण करें, നമുക്ക് പ്രാർത്ഥിക്കാം. हम प्रार्थना करें। സ്വർഗസ്ഥ പിതാവ്, ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല സമയത്തിനായി നന്ദി പറയുന്നു. हे स्वर्गीय पिता परमेश्वर, हम तेरे चरणों पर हैं, तूने दिए हुए सुंदर अवसर के लिए धन्य कहते हैं। ആമേൻ. ഇന്ന് പകൽക്കാലം വചനം ശ്രവിച്ച ഞങ്ങൾ എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. आज सुबह ही वक्त मेरा वचन सुना है, ग्रहण किया, सारे सबों के लिए प्रार्थना करते हैं। ഇന്ന് പകൽക്കാലം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. आज सुबह ही वक्त पिता पुत्र पवित्र आत्मा के नाम में अनुग्रह करते हुए प्रार्थना करता है। ആമേൻ. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നവർ, മറ്റുള്ളവരെ സഹായിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ ഒരുക്കിയെടുക്കുമാറാകും. आज सुबह ही वक्त औरों को दिलासा देने के लिए हमारे आग्रह के साथ हमारा जिंदगी आगे बढ़ने के लिए सहाय दे। ഇത്രത്തോളം ഞങ്ങളെ ബലപ്പെടുത്തി അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം. आज अभी तक मुझे हमें बल दिया है, हमें प्रबल कर दिया है, ये मसीह तेरी नाम के लिए धन्य है। ശുശ്രൂഷിപ്പാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. सेवाई के लिए हमें अनुग्रह दिया, धन्यवाद। പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. प्रार्थना सुना इसलिए धन्यवाद, यीशु मसीह की नाम है। ആമേൻ. ആമേൻ. താങ്ക് യു. धन्यवाद। ഒരു കാര്യമേ തന്റെ